ഹലോ ഡിയേഴ്സ്, ഞങ്ങളുടെ ദേശത്തിൻ്റെ ഞങ്ങളുടെ നാടിൻ്റെ അശ്വതി ഉത്സവത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കണ്ടില്ലേ ആവേശം? ഇങ്ങനെയാണ്, ചെളിയാണ് കേട്ടോ അവിടെ എല്ലാം. മഴ പെയ്തുകൊണ്ട് മുഴുവനും ചെളിയായിരുന്നു. ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും വിശേഷമാണ് കേട്ടോ അശ്വതി. ഇവിടെ പുതിയ ഉടുപ്പൊക്കെ എടുക്കും, സദ്യ ഉണ്ടാക്കും. ഇപ്രാവശ്യമാണെങ്കിൽ അധികം എടുത്തില്ല, കാരണം ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ആരും വന്നില്ല. അവിടുന്ന് കൂട്ടുകാരൊക്കെ വരുന്നതാ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് നല്ല പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം വലുതായിട്ടൊന്നും എടുത്തില്ല, ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു. അശ്വതി എന്തായാലും ആഘോഷിക്കാതിരിക്കത്തില്ല, എത്ര വയ്യാന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തിരിക്കുക എന്നുള്ളതാണ്. വലിച്ചാണെങ്കിൽ നമ്മൾ സദ്യ ഒരുക്കും കേട്ടോ. അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങൾക്ക് ഈ അശ്വതി എന്ന് പറഞ്ഞു. പിന്നെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ പോയി മാങ്ങയിട്ട് ഇതുപോലെ എടുത്ത് കഴിച്ചു. പിന്നെ പുതിയ ഉടുപ്പെടുക്കും കേട്ടോ അശ്വതിക്ക്. ഓണത്തിനെടുത്തില്ലെങ്കിലും ഞങ്ങൾ അശ്വതിക്ക് എടുക്കും. ഞങ്ങൾ അങ്ങനെയാണ് കുഞ്ഞുനാൾ മുതൽ. ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് ആ ഒരു സമയത്ത് തന്നെ ജീവിത എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തേര് ഈ വയലിൽ പാപ്പാടിച്ചാലെന്ന് പറഞ്ഞൊരു വയലുണ്ട് നമുക്കവിടെ. പുതുക്കുണ്ടൻ തേരാണ് ഏറ്റവും വലിയ തേര്. വലിയ തേരല്ല, ആദ്യമായിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച തേരാണ്. അതുകൊണ്ട് ഒരു ഇഷ്ടക്കൂടുതൽ ഭഗവതിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എരിക്കാവ് തേരാണ് കേട്ടോ. അപ്പോൾ ഈ തേരിളക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ അത് തന്നെയല്ല, അമ്മ ഇതിൻ്റെ തേരിന് ചുറ്റും ഇങ്ങനെ എവിടെയൊക്കെയാണ് തേരുള്ളത് അവിടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജീവിത കളിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ആവേശമാവും. അപ്പോൾ അവിടെ നിൽക്കുന്നവർ തന്നെ കൂടെ ചെന്ന് ഈ തേര് വലിച്ചു കയറ്റും. അമ്പലത്തിൽ ദീപാരാധന അവിടെ ചെല്ലുന്നിടം വരെ അമ്മ നമ്മുടെ ഈ തേരിനോടൊപ്പം തന്നെ ആ പരിസരത്തൊക്കെ തന്നെ കാണും കേട്ടോ. ഇടിയംകുളങ്ങര എന്നൊരു പേരുണ്ട് കേട്ടോ നമ്മുടെ ഈ വിലയുളങ്ങരയ്ക്ക്. കാരണം ഇടിയില്ലാതെ ഒരു ഉത്സവവും കാണത്തില്ലെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമൊന്നും ഈ എരിക്കാവ് തേര് കയറിയിരുന്നില്ലേ. അതാണെങ്കിൽ 2 ദിവസം അതിൻ്റെ അടുത്ത ദിവസം എങ്ങാണ്ടാണ് കയറിയത്. കാരണം ഇതിന് പൊക്കം കൂട്ടിയായിരുന്നു. അപ്പം അത് കാരണം ഈ കുഴിയൊക്കെ അല്ലേ, അതിനകത്തങ്ങ് പെട്ടുപോകും. പിന്നെ JCB വെച്ചൊക്കെ കയറ്റും. പക്ഷേ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം വലിയ തേരായ പുതുക്കുണ്ടാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുതുക്കുണ്ടാണ് കുഴിയിലായിപ്പോയത്. അത് പക്ഷെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ആൾക്കാർ മൊത്തം ഇറങ്ങി എന്തൊക്കെ ചെയ്തിട്ടും അത് കയറിയിരുന്നില്ല. അതെല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഇതാണ് പുതുക്കുണ്ടൻ തേര്. അത് ദേവി ചെന്നിട്ട് വിളിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് വലിച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് വന്നു കേട്ടോ. പക്ഷെ അത് കുഴിയിലാകപ്പെട്ടു പോയി. പിന്നെ അടുത്ത ദിവസം ഭരണി വെളുപ്പിനെയാണ് കയറിയത് കേട്ടോ. നമ്മുടെ ഭഗവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കയറി വരുന്നത് നോക്കി. നമ്മുടെ തേരൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത് നോക്കി നിൽക്കുകയാണ്. എരിക്കാവുതിൽ ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ കയറി. നല്ല രസമായിരുന്നു, അത് കണ്ടില്ലേ? ഇന്നലെ ആണെങ്കിൽ മഴയും കൂടെ പെയ്തായിരുന്നു. അത് കാരണമാണ് ഇത് ബുദ്ധിമുട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഈ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഒത്തൊരുമയാണ്. ജാതി മതവും ഒന്നുമില്ല ഇവിടെ. മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻസ് എന്നില്ല, എല്ലാവരും കൂടെ ചേർന്നുള്ള ഞങ്ങളുടെ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് ഞങ്ങളുടെ അശ്വതി. ഇനി അതൊരു കാത്തിരിപ്പാണ്. അടുത്ത വർഷം വരെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഇരിപ്പാണ്. കുംഭത്തിലെ അശ്വതിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു കുഞ്ഞു സന്തോഷമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.